വന്ന സാധനം എന്താണെന്ന് അറിയാനുള്ള ത്വര കൊണ്ടാണ് ആ തുള ഞാൻ ആ സൈഡിലിട്ടത്. ഈ ചെയേഴ്സിൻ്റെ കുഷനൊക്കെ മാറ്റിയാൽ ലുക്കാവും എന്നൊരു കമൻ്റ് ഇല്ലായിരുന്നോ? ഇതിൻ്റെ കുഷനൊന്നും നമ്മൾ മാറ്റണ്ടടാ, അതിങ്ങനെ ഓൾറെഡി മാറിക്കിടക്കുക. നമ്മുടേത് നല്ല പഴയ ഡൈനിങ് ടേബിളാണ്. ആ ഒരു വാൾപേപ്പർ ഒട്ടിച്ചപ്പോഴത്തേക്ക് കുഷൻ്റെ കളറിലും കൂടെ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് സ്യൂട്ട് ആവുമെന്ന് പറഞ്ഞില്ലേ? അപ്പോഴേ ഞാൻ ആ കമൻറ്റിന് റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. റിവ്യൂസൊക്കെ നോക്കിയും കണ്ടും ഫർണിച്ചർ മേടിക്കുവാണെങ്കിൽ നമ്മൾ അല്ലാതെ മേടിക്കുന്നതിനേക്കാളും അഫോർഡബിൾ ആണ് ഓൺലൈനായിട്ട് ഫർണിച്ചർ മേടിക്കുന്നത്. ഞാൻ ഇവിടത്തേക്ക് 2 ചെയേഴ്സാണ് മേടിച്ചിട്ടുള്ളത്. അഫിലിയേറ്റ് സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ചെറിയ ഡൗൺ ആരോ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്താൽ താഴോട്ടുള്ള പ്രോഡക്ട്സും കാണാം, എല്ലാത്തിൻ്റെയും റേറ്റും കാണാം. ഇവിടെയുള്ള 3 കുട്ടികൾക്ക് ഇരുന്ന് പൊട്ടിച്ച് കളിക്കാനുള്ള ബബിൾ റാപ്പ് ഇപ്പം ആവശ്യത്തിനായിട്ടുണ്ട്. 2 ചെയറും ഒരു ബെഞ്ചും കൂടിയായിട്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ രണ്ടും രണ്ടായതുകൊണ്ട് രണ്ടും ഇങ്ങനെ എത്തിയിട്ട് ഒരുമിച്ച് പൊട്ടിച്ച് സെറ്റ് ചെയ്യാമെന്ന് കരുതിയാണ് ആ ബോക്സ് അങ്ങനെ വെച്ചിരുന്നത്. ഇതാണ് ക്ലോസ് ലുക്ക്. എന്ത് തടിയാണെന്നൊന്നും പറയാൻ എനിക്കറിയത്തില്ല, പക്ഷേ നല്ല തടിയാണ്. നല്ല വെയിറ്റുള്ള ചെയേഴ്സുമാണ്. മാറ്റിയ ചെയേഴ്സൊക്കെ ഞാനങ്ങ് കൊടുക്കുവാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് സീറ്റിങ്ങിൽ കുറച്ച് കുഷൻ വന്നിട്ടുണ്ട്. എസ്തെറ്റിക് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇനി നമുക്ക് ബെഞ്ച് അൺപാക്ക് ചെയ്യാം. 2 ചെയറും പിന്നെ ഈ ഒരു 3 സീറ്റർ ബെഞ്ചുമാണ് ഞാൻ ഡൈനിങ് ടേബിളിന് ചുറ്റും ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഓസിനൊരു സ്പാനറും കിട്ടിയിട്ടുണ്ട്. ഇത് മുറുക്കാനുള്ള സ്ക്രൂവും കിടുതാപ്പുകളും ഒക്കെയാണ് അത്. കുക്കു അവിടെ ഓണം കോമ്പസിഷൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് അതാണ് ആ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അങ്ങനെ ഞാനും അലനും കൂടെ തന്നെ ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തു. 4 കാലിലും ABCD എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. അതേ കണക്കത് വെക്കേണ്ട പാർട്സിലും അതുപോലെ ലേബൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ഒരു പേപ്പറിൽ നമുക്ക് ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻസ് വിത്ത് പിക്ചേഴ്സും ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബെഞ്ചിന്റെ ഫൈനൽ ലുക്ക്. രണ്ടും രണ്ടായിട്ട് ഓർഡർ ചെയ്തതുകൊണ്ട് കുഷന്റെ കളേഴ്സിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട്. രണ്ടും ബീജ് തന്നെയാണ്. അത് നോക്കിയാണ് ഞാൻ കളർ നോക്കിയിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ബീജിൽ തന്നെ ഈ ചെയേഴ്സിൻ്റെത് കുറച്ച് ബ്രൈറ്റും പിന്നെ നമ്മുടെ ആ ഒരു ബെഞ്ചിൻ്റെത് കുറച്ച് ഡാർക്കുമാണ്. ബെഞ്ച് പിള്ളേർക്കിരിക്കാനാണ്. അപ്പോൾ അതിലിത്തിരി ഡാർക്കായി കിടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പെട്ടെന്ന് അവന്മാർ ചവിട്ടിയൊക്കെ കയറി അഴുക്കാക്കുമല്ലോ. ഇനിയിപ്പോൾ അത്യാവശ്യമായിട്ട് ഈ വീട്ടിലേക്ക് ഒരു വാക്യൂം ക്ലീനർ മേടിക്കേണ്ടി വരും. സകല സാധനങ്ങളും നല്ല രീതിക്ക് പൊടി പറ്റി പിടിച്ചിരിക്കാൻ പാകത്തിനുള്ളതാണ്. നമ്മുടെ വീടിന് മുന്നിലാണെങ്കിൽ റോഡുമാണ്, ബസ് ഉൾപ്പെടെ പോകുന്ന റോഡ്. പൊടി ഇങ്ങടിച്ച് കയറും. ഒരു വാക്യൂം ക്ലീനർ കട്ടിലിൻ്റെ അടിയിൽ ഇരിപ്പുണ്ട്. പക്ഷേ അത് യൂസ് ചെയ്യാൻ അത്ര ഈസി അല്ല, ഇത്തിരി ബൾക്കിയാണ്. ചെറിയ ഹാൻഡി ആയിട്ടുള്ള എന്തെങ്കിലും നോക്കണം. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? ഐ തിങ്ക് ഇറ്റ്സ് സിമ്പിൾ ആൻഡ് എലഗൻറ്റ്.